എല്ലാവർക്കും നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ UGC നെറ്റ് പേപ്പർ 2 പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യൂണിറ്റ് 10 ആയിട്ടുള്ള ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നടക്കുന്നത്. ആദ്യത്തെ ഭാഗം ഗവേണൻസ് എന്താണ്, ഗുഡ് ഗവേണൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഡെമോക്രാറ്റിക് ഗവേണൻസ്, പിന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളൊരു ഭാഗം കൂടി നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ എളുപ്പത്തിനായിട്ടും പിന്നെ നോട്ട്സ് ഒരുപാട് ഓവർലോഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് തിരിക്കണേ. പക്ഷെ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ ഓവർലോഡ് ഒരു പാർട്ടിൽ വരണേക്കാൾ നല്ലത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കാൻ. അതുകൊണ്ടാണ് പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെ തിരിച്ചത്. സോ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കുന്നതും അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അധികാരങ്ങൾ എന്ത് ചെയ്യുക ചെയ്യണത്, 3 ഭാഗങ്ങൾ, ഗവൺമെൻറ് 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലേ. ലോ ഫോം ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അവരെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യണ പവേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ചെക്സ് ആൻഡ് ബാലൻസ്, അതായത് ഈ നമ്മൾ ഈ 3 ഓർഗൻസ് ഉണ്ട്. 3 ഓർഗൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം കംപ്ലീറ്റ്ലി ഇവർ 3 ഓർഗൻസ് നമ്മളൊരു കോപ്പറേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഇവർ 3 പേരാണ് 3 ഓർഗൻസ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗൻസ് അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ടുകൾ എന്ന് പറയുന്നത്. ഇവരെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ അവിടെ വേറെ അതോറിറ്റി ഒന്നും ഇല്ല, നിലവിൽ പീപ്പിൾ മാത്രമേ ഉള്ളൂ. സോ ഇവരെന്ത് ചെയ്യാൻ പറ്റും, ഇവർ പരസ്പരം ഓവറായിട്ട് ഒന്നിലും ഇൻ്റർഫിയർ ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം, ഇവരുടെ വർക്കുകൾ ചെക്ക് ചെയ്യുകയും അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ മെക്കാനിസംസ് വേണമല്ലോ. അല്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ലെജിസ്ലേച്ചറാണ്, ആരും മറ്റുള്ള ഓർഗൻസ് ഇൻ്റർഫിയർ ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ചെക്കിങ്ങോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയും അവിടെ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കറപ്ഷനോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളും ലെജിസ്ലേച്ചറിൻ്റെ ഭാഗത്തുനിന്നാലും എല്ലാ തരത്തിലും കുറേ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത. സോ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗവേണൻസിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഗുഡ് ഗവേണൻസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവേണൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പഠിക്കുന്നത്. സോ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ അതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. ാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പവർ ഓഫ് ജുഡീഷ്യറി ടു ചെക്ക് ആൻഡ് കൺട്രോൾ ദ അതർ പാർട്സ്. അതായത് നമുക്കറിയാം, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജുഡീഷ്യറിയുടെ പവർ താഴെ തന്നതിൽ ഏതാണ് ജുഡീഷ്യറിയുടെ ഒരു പവർ അല്ലാത്തത്? എന്തിന്? മറ്റുള്ള പാർട്സ് വരുമ്പോൾ ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ പവർ അല്ലാത്തത്, ജുഡീഷ്യറിയുടെ പവർ അല്ലാത്ത ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. So option A, judicial activism. Option B, judicial review. Option C, judicial overreach. Option D, unamendability of the constitution's basic structure. So ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഈ 4 ഓപ്ഷൻസിലും ഈ 4 പോയിന്റുകളും നമ്മൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനു സാധിക്കുള്ളൂ, ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇതിലേതോ ഒരെണ്ണം എന്തല്ല, ജുഡീഷ്യറിയുടെ പവർ അല്ല, മറ്റുള്ള ഓർഗൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ളൊരു പവർ അല്ലെങ്കിൽ ടൂൾ അല്ല. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം ആണോ, ജുഡീഷ്യൽ റിവ്യൂ ആണോ, ജുഡീഷ്യൽ ഓവർറീച്ച് ആണോ, അതോ അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ബേസിക് സ്ട്രക്ചർ ആണോ? ഇതിലേതാണ് ജുഡീഷ്യറിക്കുള്ള പവർ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കുള്ളൊരു ടൂള് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇനി കാണുന്ന സ്ലൈഡ്സിൽ നമുക്ക് ഇതിന് ആൻസർ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഓരോ ഓർഗൻസും എങ്ങനെയാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അവിടെ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കി എല്ലാവരും വർക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. So instruments of checks and balances. The system of checks and balances is an instrument to keep different organs of government in check for the balance of the powers and their jurisdiction. അതായത് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് തരത്തിലുള്ള ഓർഗൻസ് ഉണ്ട് അല്ലേ ഗവൺമെൻറ്റിന്. അതായത് 3 തരത്തിലുള്ള നമ്മുടെ 3 ഓർഗൻസ് ആണുള്ളത് നമ്മുടെ ഗവൺമെൻറ്. ഏതൊക്കെയാ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതിങ്ങനെ പറയണമെന്നില്ല. നമ്മുടെ ഈ 3 ഓർഗൻസ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരുപാട് തരം എന്ന് പറഞ്ഞത് ബൈ മിസ്റ്റേക്ക് പറഞ്ഞാണ്. 3 ഓർഗൻസ് ആണുള്ളത്, സോറി.
ഇൻ ചെക്ക് ഫോർ ദ ബാലൻസ് ഓഫ് ദ പവേഴ്സ് ആൻഡ് ദ ജൂറിസ്ഡിക്ഷൻ. അവരുടെ പവേഴ്സിനെ ബാലൻസ് ചെയ്യാനും ഓവർ പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ അവരുടെ ജൂറിസ്ഡിക്ഷനൊക്കെ തന്നെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഇതെന്ന് പറയുമ്പോൾ എന്താ, ഡിഫറെൻറ്റ് ഓർഗൻസ് ഉണ്ട്, നമ്മുടെ ഡിഫറെൻറ്റ് ഓർഗൻസിൻ്റെ ഇടയിൽ എന്തുണ്ടാവുക, ഹൊറിസോണ്ടലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പവേഴ്സിനെ. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ എന്താ, ആരെങ്കിലും മുകളിൽ താഴെ, ലെജിസ്ലേച്ചർ ആണ് മുകളിൽ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതിന് താഴെ, അങ്ങനെ ഉണ്ട്. അത് ജുഡീഷ്യറി ആണ് മുകളിൽ, എക്സിക്യൂട്ടീവ് താഴെ, അങ്ങനെ ഇല്ല അല്ലെ. പവേഴ്സിൽ ഇവർ ഈ 3 ഓർഗൻസ് എങ്ങനെയാണ്, സെയിം ലെവലിലാണ് അല്ലെ, ഹൊറിസോണ്ടലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പവറിന് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് വൺ ബോഡി ഓഫ് അതോറിറ്റി ഫ്രം ഓവർ പവറിങ് അതേഴ്സ്. ഇത് എന്തിനും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബോഡി ഓഫ് അതോറിറ്റി ഓവർ പവറിങ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും പവർ ബാലൻസിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് മെത്തേഡ്സ് ഫോർ ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഓർഗൻസ് ടു ചെക്ക് ഈച്ച് അതർ. പിന്നെയോ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തിന്, ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഓർഗൻസ് ടു ചെക്ക് ഈച്ച് അതർ. ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഓർഗൻസിന് പരസ്പരം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇതിൽ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മളിനി ചെക്സ് ആൻഡ് ബാലൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പരസ്പരം ചെക്ക് ചെയ്യുക, ഈ 3 ഓർഗൻസും പരസ്പരം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ലെജിസ്ലേച്ചർ. ആദ്യത്തെ നമ്മുടെ ഓർഗനാണ് എന്ത്, ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ, അതായത് ലോ ഫോർമുലേറ്റ് ചെയ്യുന്ന സഭ. ലെജിസ്ലേച്ചർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ മൂന്നും പരസ്പരം കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മളിതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ കൺട്രോൾ ആദ്യം നോക്കണം. ആദ്യം ഓൺ ജുഡീഷ്യറിനെ എങ്ങനെയൊക്കെ ലെജിസ്ലേച്ചറിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആദ്യത്തേന്ന് പറയുമ്പോൾ ഇംപീച്ച്മെൻറ്റ് ആൻഡ് ദ റിമൂവൽ ഓഫ് ജഡ്ജസ്. നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ലെജിസ്ലേച്ചറിന് ഒരു കോടതിയിലെ ജഡ്ജിൻ്റെ കാര്യത്തിൽ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഒരു റൈറ്റ് ഉള്ളത് എപ്പോൾ മാത്രമാണ്, ഇംപീച്ച്മെൻറ്റിൻ്റെ സമയത്ത്. അതായത് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടുക, ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അതൊരു സാഹചര്യം വരുമ്പോഴാണ് ലെജിസ്ലേച്ചറിന് ഡിസ്കസ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ ഉള്ളത്. അപ്പോൾ ജുഡീഷ്യറിനെ കൺട്രോൾ ചെയ്യാൻ ലെജിസ്ലേച്ചറിലുള്ള ഒരു പവറാണ് എന്ത്, ഇംപീച്ച്മെൻറ്റ് ആൻഡ് ദ റിമൂവൽ ഓഫ് ജഡ്ജസ്. ഇത് എവിടെയാണ് ഡിസ്കസ് ചെയ്യുക, ലെജിസ്ലേച്ചറാണ് ഡിസ്കസ് ചെയ്ത് തീരുമാനമാക്കുക. പവർ ടു അമെൻഡ് ലോസ് ഡിക്ലെയർഡ് അൾട്രാ വയേഴ്സ് ബൈ ദ കോർട്ട് ആൻഡ് റീവാലിഡേറ്റിംഗ് ഇറ്റ്. അതായത് എന്ത് ചെയ്യാം, കോടതി അൾട്രാ വയർ എന്ന് പറയുന്ന ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോസിനെ തന്നെ അമെൻഡ് ചെയ്യാനുള്ള റൈറ്റും ലെജിസ്ലേച്ചർ ഉണ്ട്. അത് വീണ്ടും തിരിച്ച് റീവാലിഡേറ്റ് ചെയ്തുകൊണ്ട് അമെൻഡ് ചെയ്യാനുള്ള ഒരു അധികാരവും ആർക്കുണ്ട്, ലെജിസ്ലേച്ചറിന് ഉണ്ട്. പിന്നെ ഓൺ എക്സിക്യൂട്ടീവ്, പിന്നെ എക്സിക്യൂട്ടീവിന് എങ്ങനെയാണ് ലെജിസ്ലേച്ചറിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നോൺ കോൺഫിഡൻസ് വോട്ട് അല്ലെങ്കിൽ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവിശ്വാസ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഗവൺമെൻറ്റിന് തന്നെ താഴെ ഇറക്കാൻ നിയമനിർമ്മാണ സഭയ്ക്ക് സാധിക്കും, ലെജിസ്ലേച്ചറിന് സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ ലോക്സഭ രാജ്യസഭയാണ് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ അവിശ്വാസ പ്രമേയം സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിലേറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഗവൺമെൻറ്റിനെ ഡിസോൾവ് ചെയ്യാൻ തന്നെ സാധിക്കും. പിന്നെയുള്ളതാണ് ക്വസ്റ്റ്യൻ അവർ ആൻഡ് സീറോ അവർ. ക്വസ്റ്റ്യൻ അവറും സീറോ അവറും നമുക്കറിയാം, ഒരു പാർലമെൻറ്റിലുള്ള പ്രൊസീജിയറാണ് ഈ ക്വസ്റ്റ്യൻ അവർ സീറോ അവറും. ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഗവൺമെൻറ് ഭരിക്കുന്നുണ്ട്, നമുക്കറിയാം ഇവിടെ ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അവറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ചോദ്യങ്ങൾ ചോദിക്കുക. പ്രതിപക്ഷ കക്ഷികൾക്കും എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ചോദ്യങ്ങൾ ചോദിക്കുക. ഗവൺമെൻറ് നയങ്ങളിലും നിയമങ്ങളൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അത് അനലൈസ് ചെയ്യാനുള്ളതിന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അവർ എന്നൊക്കെ പറയുക. അതേപോലെ തന്നെ സീറോ അവർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ പൊതുവേ പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ, ചോദ്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഉത്തരങ്ങളായിക്കോട്ടെ, അതൊക്കെ മുന്നേ കൂട്ടി അവർ ഡ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കി ഒരു 10 ദിവസം മുൻപെങ്കിലും അതൊക്കെ റെഡിയാക്കി കറക്റ്റായിട്ട് അനുവാദം വാങ്ങണം എന്നാണ് നിയമം. അറ്റ് ദ സെയിം ടൈം സീറോ അവറിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ അല്ല മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിൽ പെട്ടെന്നുള്ള ഇഷ്യൂസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സീറോ അവറിൽ അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അതാണ് സീറോ അവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവർ, ഈ രണ്ടും എന്തിനാണ്, എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ ലെജിസ്ലേച്ചറിന് കിട്ടുന്ന പവറാണ്. അതായത് അപ്പോൾ അവിടെ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ കൂടുമ്പോൾ അവിടെ അതായത് ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടാവും, റൂളിംഗ് പാർട്ടി ഉണ്ടാവില്ല. അതിനെല്ലാം തന്നെ മെമ്പേഴ്സും എല്ലാ തരത്തിലുള്ള മെമ്പേഴ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ റൂളിംഗ് പാർട്ടി, അതായത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന റൂളിംഗ് ഉള്ള ആളുകളുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതേപോലെ അവർ ചെയ്യുന്ന എന്തെങ്കിലും നയങ്ങളോ പുതിയ ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ആർക്കിവിടെ കൺട്രോൾ ചെയ്യാൻ ഉള്ളൊരു സ്പേസ് കിട്ടും, ലെജിസ്ലേച്ചറിന് അതിൽ അഭിപ്രായം പറയാനും അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാനും എന്തിന് ആർക്ക് സാധിക്കും, ലെജിസ്ലേച്ചറിന് സാധിക്കും. അതാണ് ക്വസ്റ്റ്യൻ അവർ ആൻഡ് സീറോ അവർ എന്ന് പറയുന്നത്.
സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് കൺട്രോളിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, ലെജിസ്ലേച്ചറി കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യത്തെ ടൂളാണ് പാർലമെൻ്ററി ക്വസ്റ്റ്യൻസ്. പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിനുള്ള അവരും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റൈറ്റുമാണ് ആദ്യത്തെ ഒരു ടൂളായിട്ട് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനുള്ള ലെജിസ്ലേച്ചർ എന്ത് സാധിക്കും, എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനും എക്സിക്യൂട്ടീവിൻ്റെ പല തീരുമാനങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയാനും അവരുടെ പലത് തെറ്റാണെങ്കിൽ അതിനുള്ളത് പറയാനും ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ക്വസ്റ്റ്യനിലൂടെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അതിനും ഈ ഒരു പാർലമെൻ്ററി ക്വസ്റ്റ്യൻസിന് സാധിക്കും. പിന്നുള്ളതാണ് പാർലമെൻ്ററി ഡിസ്കഷൻ. അതായത് അവിടെ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുക, എന്തെങ്കിലും ചെയ്യുക, ഒരു ബില്ല് പാസ്സാക്കുക, എന്ത് ചെയ്യണമെങ്കിലും അവിടെ എന്ത് വേണം, പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ അത് പാസ്സാക്കാൻ പറ്റുള്ളൂ. സോ അതാണ് പാർലമെൻ്ററി ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് പാർലമെൻ്ററി കമ്മിറ്റീസ്. നമ്മൾ പാർലമെൻ്ററി കമ്മിറ്റീസിനെ കുറിച്ച് ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന സ്ലൈഡ്സ് നമ്മൾ നോക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഈ ഓരോ കമ്മിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവിൻ്റെ ആയാലും ജുഡീഷ്യൽ എല്ലാ തരത്തിലുള്ള വർക്കുകളും ഗവൺമെൻറ് വർക്കുകളൊക്കെ തന്നെ പ്രോപ്പറായിട്ടാണോ പോകണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പോൾ ഓഡിറ്റിംഗ് ആയാലും എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നു, നല്ലൊരു ശ്രദ്ധ വരുത്തുന്നുണ്ട് പാർലമെൻ്ററി കമ്മിറ്റീസ്. അടുത്തതാണ് പാർലമെൻ്ററി ഓഡിറ്റ്സ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഡിറ്റിംഗ് നടത്താം. ഇത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓഡിറ്റിംഗ് നടത്താം. അടുത്തതാണ് അഡ്ജേൺമെൻറ്റ് ഡിബേറ്റ്. അഡ്ജേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു സഭ നിർത്തി വെക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു ഡിബേറ്റ്, അഡ്ജേൺമെൻറ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് നോൺ കോൺഫിഡൻസ് മോഷൻ. അത് അവിശ്വാസ പ്രമേയം സമർപ്പിക്കുക. അതൊരു ഗവൺമെൻറ്റിൽ സഭയ്ക്ക് വിശ്വാസമില്ല, അതായത് നിയമനിർമ്മാണ സഭ മൊത്തത്തിൽ തീരുമാനിക്കുകയാണ്, സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ അവിശ്വാസ പ്രമേയം അവിടെ പ്രതിപക്ഷം എന്തെയും കൊണ്ടുവരും, അത് അവിടെ ചർച്ച ചെയ്യും, അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും, അതിനുള്ള മറുപടി ഓപ്പോസിറ്റിൽ നിന്ന് പറയും, എന്നിട്ടൊരു വോട്ടെടുപ്പ് നടത്തും. എന്നിട്ട് ആ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗവൺമെൻറ് എന്ത് ചെയ്യും, അവിടെ ഗവൺമെൻറ് ഡിസോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, പൊതുവെ ഒരിക്കലും നോൺ കോൺഫിഡൻസ് മോഷനൊക്കെ നമുക്കറിയാം, ഈ അടുത്ത് വരെ നമ്മുടെ ഇന്ത്യയിൽ നോൺ കോൺഫിഡൻസ് മോഷനൊക്കെ ചർച്ചയ്ക്ക് വന്നു, പക്ഷെ ഒരിക്കലും പാസ്സായിട്ടില്ല. കാരണം മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ റൂളിംഗ് പാർട്ടിയുടെ അത്രയും മെജോറിറ്റി സീറ്റുകളുള്ളതുകൊണ്ട് തന്നെ അത് പാസ്സായിട്ടില്ല. അടുത്താണ് ഡിബേറ്റ്സ് ഓൺ ലെജിസ്ലേഷൻ. ലെജിസ്ലേഷനിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ തന്നെ ലെജിസ്ലേറ്റീവ് കൺട്രോളിനുള്ള ടൂളാണ്. ടൂൾസ് ഫോർ ലെജിസ്ലേറ്റീവ് കൺട്രോളാണ് പാർലമെൻ്ററി ക്വസ്റ്റ്യൻസ്, പാർലമെൻ്ററി ഡിസ്കഷൻസ്, പാർലമെൻ്ററി കമ്മിറ്റീസ്, പാർലമെൻ്ററി ഓഡിറ്റ്സ്, അഡ്ജേൺമെൻറ്റ് ഡിബേറ്റ്, നോൺ കോൺഫിഡൻസ് മോഷൻ, ഡിബേറ്റ്സ് ഓൺ ലെജിസ്ലേഷൻ. ഇത്രയും ഒക്കെ ലെജിസ്ലേറ്റീവ് കൺട്രോളിനുള്ള ടൂൾസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ടൂൾസാണ് ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടൂൾസ് ഫോർ ലെജിസ്ലേറ്റീവ് കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടൂൾസ് ഫോർ ലെജിസ്ലേറ്റീവ് കൺട്രോളിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പാർലമെൻ്ററി കമ്മിറ്റീസ് പറഞ്ഞു. കുറച്ച് കമ്മിറ്റീസ് ഉണ്ട് പാർലമെൻറ്റിൽ, ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാനും നോക്കാനൊക്കെ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ഹൗസാണ് അല്ലേ, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പർ ഹൗസായിട്ട് പറയുന്നത് ലോക്സഭയും ലോവർ ഹൗസാണ് ഇത് രാജ്യസഭ. ലോക്സഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്, രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേറ്റ്സിൻ്റെ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ് അങ്ങനെയാണ് പറയുക. അതായത് രാജ്യസഭയിലേക്ക് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടും ലോക്സഭയിലേക്ക് ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് ആളുകളെ എലക്ട് ചെയ്യുന്നത്. നമ്മുടെ എം പിമാരാണ് ആക്ച്വലി ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ഉള്ള ആളുകൾ നമ്മൾ എന്താ പറയുക, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയും. നമുക്ക് എല്ലാവരും ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി ഇതിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഈ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും എത്ര മെമ്പേഴ്സ് ഉണ്ടാവുക. ലോക്സഭയിൽ നിലവിലുള്ളത് 543 മെമ്പേഴ്സാണുള്ളത്. ലോക്സഭയിൽ നിലവിൽ 543 മെമ്പേഴ്സാണ് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിൽ 245 അംഗങ്ങളാണുള്ളത്. ലോക്സഭയിൽ 543 രാജ്യസഭയിൽ 245 പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ലോക്സഭയിൽ 550 ആളുകൾ വരെയും രാജ്യസഭയിൽ 250 വരെയും സ്ട്രെങ്ത് മാക്സിമം സ്ട്രെങ്ത് 550 ലോക്സഭയിൽ, രാജ്യസഭയിൽ 250. ഇപ്പം നിലവിൽ ലോക്സഭയിൽ 543 രാജ്യസഭയിൽ 245 ഉള്ളത്. ഇത്രയുമാണ് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം ലോക്സഭ മെമ്പേഴ്സിനൊക്കെ നമ്മൾ എലക്ട് ചെയ്യുന്നതാണ്. രാജ്യസഭയിലേക്കുള്ളതോ കൂടുതലും കുറച്ച് അംഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസിനെ, അതേപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ആർട്ടിലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിലും സയൻസ് ആയിക്കോട്ടെ എല്ലാ ഫീൽഡിലും കഴിവ് തെളിയിച്ചിട്ട് ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ രാജ്യസഭ എം പിമാരായി തിരഞ്ഞെടുക്കും. അങ്ങനെയുള്ള രാജ്യസഭ എം പി ആണ് ആരും നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, അതേപോലെ സുരേഷ് ഗോപിയൊക്കെ രാജ്യസഭ എം പി ആയിരുന്നു. അങ്ങനെ സുരേഷ് ഗോപി, സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ മറ്റുള്ള ഫീൽഡുകളിൽ നിന്നും രാജ്യസഭ എം പിമാരായി മാറിയിട്ടുള്ള വ്യക്തികളാണ്. ഇനി എന്താണ് പാർലമെൻ്ററി കമ്മിറ്റി? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാർലമെൻറ്റ് ജസ്റ്റ് ഒരു എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്.
ഇനി എന്താ പാർലമെന്ററി കമ്മിറ്റി പറഞ്ഞാൽ ദ ലോക്സഭ വെബ്സൈറ്റ് ഡിസ്ക്രൈബ്സ് parliamentary committee as a committee which is appointed or elected by the house or nominated by the speaker and which works under the direction of the speaker and presents its report to the house or to the speaker and the secretariat. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോക്സഭ വെബ്സൈറ്റ് പറയുന്നത് അങ്ങനെ പാർലമെന്ററി കമ്മിറ്റി പറഞ്ഞ കമ്മിറ്റികളാണ് എന്താണ് ഉപയോഗിക്കണേ അപ്പോയിന്റ് ചെയ്യുന്നതും എലക്ട് ചെയ്യുന്നതും ആ ഹൗസാണ് ഏത് ഹൗസാണ് അപ്പർ ഹൗസ് ഓർ ലോവർ ഹൗസ് ഏത് ഹൗസ് ആയാലും ആ ഹൗസാണ് അപ്പോയിന്റ് ചെയ്യുന്നതും എലക്ട് ചെയ്യുന്നതും പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആരാ ഇവർ നോമിനേറ്റ് ചെയ്യുന്ന ആരാ സ്പീക്കറാണ് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നത് ആൻഡ് വിച്ച് വർക്ക്സ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ അപ്പം നിലവിലുള്ള ആ ഒരു സ്പീക്കർ ഉണ്ടാവും അപ്പം നിലവിൽ ആരാണോ ആ ഹൗസിൻ്റെ സ്പീക്കർ അദ്ദേഹമാണ് അവർ ഡയറക്റ്റ് ചെയ്യുന്നതും നോമിനേറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ പിന്നീട് ഈ റിപ്പോർട്ട് എന്ത് ചെയ്യുക ആ ഹൗസിലേക്ക് അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കറിനും സെക്രട്ടേറിയറ്റിനും ആ ഹൗസിലേക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ കമ്മിറ്റികളാണുള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാർലമെൻ്ററി കമ്മിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓരോ ഏരിയാസിലും അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റീസിനെ പാർലമെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കമ്മിറ്റീസിൻ്റെ പ്രത്യേകതയും കൂടി നമ്മൾ ഇന്ന് നോക്കും ഓക്കെ അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വേരിയസ് കമ്മിറ്റീസ് ആണ് പാർലമെൻറ്റിലുള്ള കമ്മിറ്റീസ് ഓരോ കമ്മിറ്റീസ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ആദ്യം നോക്കുന്നത് ഏരിയാസ് ആണ് ഫിനാൻഷ്യൽ കമ്മിറ്റി അത് ഫിനാൻസിലുള്ള ഏരിയയിലുള്ള കമ്മിറ്റീസ് ആണ് PSC എസ്റ്റിമേറ്റ്സ് PSU PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് പറഞ്ഞാൽ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ഉണ്ട് പിന്നെ PSU എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് ആണ് അതിനെ നമ്മൾ ഷോർട്ടായിട്ട് PSU എന്ന് പറയാം കേട്ടോ പബ്ലിക് അണ്ടർടേക്കിങ്സ് പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളതാണ് കമ്മിറ്റി ഓൺ ഹെൽത്ത് റെയിൽവേയിലും ഹെൽത്തിലും ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള കമ്മിറ്റീസാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് അല്ലെങ്കിൽ DRSC എന്ന് നമ്മൾ പറയുക മൂന്നാമത്തെയാണ് അഡ്ഹോക്ക് അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റീസ് എന്ന് പറയും സെലക്ട് കമ്മിറ്റി ഒരു എക്സാമ്പിളാണ് GSTയിലുള്ള ഒരു സെലക്ട് കമ്മിറ്റി ഓൺ GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമുക്കറിയാം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസ് പറയുമ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി റൂൾസ് പ്രിവിലേജസ് ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസിന് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ പാർലമെൻറ്റിലുള്ള കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മിറ്റീസ് ഉണ്ട് നമ്മളിനി ഈ കമ്മിറ്റീസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നുണ്ട് ഫസ്റ്റ് വൺ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഫിനാൻസ് കമ്മിറ്റിയിൽ വരുന്നതാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് 1921 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 അല്ലെങ്കിൽ മോൺഫോർഡ് റിഫോംസിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റീനെ നമ്മൾ നമ്മുടെ പാർലമെൻറ്റ് എനാബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫോം ചെയ്യുന്നത് 1921 വരുന്നത് എന്തിലൊരു റിഫോമിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഉള്ള റിഫോമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കമ്മിറ്റി ആക്ച്വലി അപ്പോൾ വരുന്നത് examines annual reports of government, scrutinizes the reports of controller and auditor general laid in the parliament by the president. എന്തൊക്കെ എക്സാം ചെയ്യണത് ഗവൺമെൻറ്റിൻ്റെ ആനുവൽ റിപ്പോർട്ട്സ് എക്സാമിൻ ചെയ്യുക അതേപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടാവില്ല നമ്മുടെ അദ്ദേഹമാണ് ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളായാലും ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ഏറ്റവും അപ്പർ ലെവലിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്സിനെയും ഒക്കെ തന്നെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക ഇതൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യണത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് 22 മെമ്പേഴ്സാണ് ഈ അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത് 15 പേര് ലോക്സഭയിൽ നിന്നും 7 ആൾ എവിടെ നിന്നാണ് രാജ്യസഭയിൽ നിന്നാണ് ലോക്സഭ സ്പീക്കറാണ് ഇതിൻ്റെ ഈ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് 1921 ഇത് ഇൻക്ലൂഡഡ് ആയി എന്തിൻ്റെ റെഫറൻസ് എന്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ ആനുവൽ റിപ്പോർട്ട്സിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്സിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യും ഇത് ചെയ്യുന്നുണ്ട് 22 മെമ്പേഴ്സാണുള്ളത് 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നാണ് ഇലക്ട് ആയിട്ടുള്ളത് ലോക്സഭാ സ്പീക്കറാണ് ഇതിൻ്റെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അടുത്താണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി 1921 തന്നെയാണ് ഇതും ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യണത് പിന്നീട് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം 1950 അത് നമ്മുടെ അന്നത്തെ ആ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ജോൺ മത്തായിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം 1950 ഇൻഡിപെൻഡൻസിന് ശേഷം ഈ ഒരു കമ്മിറ്റി വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യുന്നത് It examines the estimates of the expenditure proposed by the government in the budget and suggests economies in public expenditure. ഇത് എന്തൊക്കെ എക്സാമിൻ ചെയ്യുന്നുണ്ട് മൊത്തം നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എക്സ്പെൻഡിച്ചറുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സാമിൻ ചെയ്യുക
ബഡ്ജറ്റിലായാലും എല്ലാം തന്നെയുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ എക്സാമിൻ ചെയ്യുക. അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഇക്കണോമീസിന് സജസ്റ്റ് ചെയ്യുക, എന്തൊക്കെ മാറ്റം വരുത്തണം, പുതിയ എക്കോണമീസ് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യേണ്ടത്, കുറേ കാര്യങ്ങളൊക്കെ പുതിയ സജഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ മൊത്തമുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ കണക്ക് കൂട്ടലാണ് ആക്ച്വലി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 30 മെമ്പേഴ്സാണുള്ളത്. എല്ലാവരും എവിടെ നിന്നുള്ള ലോക്സഭയിൽ നിന്നാണ്. പക്ഷേ അവിടെ തന്നെ ഒരു റൂൾ ഉണ്ട്, എന്താ, എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഒരിക്കലും ഒരു മിനിസ്റ്റർക്ക് അവിടുത്തെ മെമ്പർ ആവാൻ സാധിക്കില്ല. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ മെമ്പറായിട്ട് ഒരു മിനിസ്റ്റർക്ക് സാധിക്കില്ല. പിന്നെയുള്ളതാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. 1964 ഇങ്ങനൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് പബ്ലിക് അണ്ടർടേക്കിങ്സിൽ ഒരു കമ്മിറ്റീനെ അവർ അപ്രൂവ് അല്ലെങ്കിൽ എനാബിൾ ചെയ്യുന്നത്. 1964 ആക്ച്വലി പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ട്സും, അതായത് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ട്സും മാത്രം എക്സാമിൻ ചെയ്യുകയാണ് ഇങ്ങനൊരു കമ്മിറ്റിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി ഫോം ചെയ്യാനുള്ള റീസൺ. 22 മെമ്പേഴ്സാണുള്ളത് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയിൽ. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത്. പിന്നെ ഇതിലത്തെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുക ആനുവലി ആണ് എലക്ട് ചെയ്യുന്നത്. നേരത്തെ പോലെ ആനുവലി എലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയോ പാർലമെൻ്റ് ആണ് ഇത് എലക്ട് ചെയ്യുന്നത് ബൈ യൂസിങ് PR ബൈ മീൻസ് ഓഫ് STV. PR എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലേ, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയും. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൻ്റെ അനുപാതം അനുസരിച്ചിട്ടാണ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ രാജ്യസഭയിലേക്കും പ്രസിഡന്റ് തിരഞ്ഞെടുക്കലും വൈസ് പ്രസിഡന്റും ഒക്കെ തന്നെ PR സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് എലക്ട് ചെയ്യുക. ഇവിടെ ഉപയോഗിക്കണ PR യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തിൻ്റെ മീൻസ് ഉപയോഗിക്കണേ, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അഥവാ STV എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ്സിന് റാങ്ക് പ്രകാരം എന്ത് ചെയ്യുക, ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് പ്രകാരം അല്ലെങ്കിൽ പ്രയോറിറ്റി നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എലക്ട് ചെയ്യുക. ലാസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്ന ആളുകൾ, കൂടുതൽ പ്രയോറിറ്റീസ് കിട്ടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ പേരും ചൂസ് ചെയ്തിട്ടുള്ള 1 അല്ലെങ്കിൽ 2, 3 അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളെ ആ പ്രയോറിറ്റി അടിസ്ഥാനമാക്കിയിട്ടും ഈ PR-ഉം STV ഉപയോഗിച്ചിട്ട് ആണ് ഈ കമ്മിറ്റിയിലേക്ക് ആളുകളെ എലക്ട് ചെയ്യുക. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായിട്ട് 15 ആൾ ലോക്സഭയിൽ നിന്നും 7 ആൾ രാജ്യസഭയിൽ നിന്നുമാണ് എലക്ട് ചെയ്യപ്പെടുക. ഇനിയുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1993 ഇതും ഒരു ഇതിൻ്റെ പ്രകാരമായിട്ട് ലോക്സഭയിലെ റൂൾസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ലോക്സഭയിലെ റൂൾസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 31 മെമ്പേഴ്സാണുള്ളത്. 21 പേര് ലോക്സഭയിൽ നിന്നും 10 പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത്. മിനിസ്റ്ററിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു മെമ്പർ ആവാൻ സാധിക്കില്ല. To secure more accountability of the executive to the parliament, particularly financial accountability, അത് കൂടുതലും accountability എക്സിക്യൂട്ടീവിൻ്റെ, to secure more accountability of the executive to the parliament, പാർലമെൻറ്റിലേക്ക് എന്ത് ചെയ്യുക, എക്സിക്യൂട്ടീവിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു കൂടുതൽ അത് സെക്യൂർ ചെയ്യലാണ് പ്രധാന ലക്ഷ്യം. പർട്ടിക്കുലർലി ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യസ്ഥത അത് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം. അടുത്ത കമ്മിറ്റിയാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. റെഗുലേറ്റ്സ് ദ പ്രോഗ്രാം ആൻഡ് ടൈം ടേബിൾ ഓഫ് ദ ഹൗസ്. അതായത് ഇതെന്തൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, ടൈം ടേബിൾ. ഒരു നമുക്കറിയാലോ കറക്റ്റ് വളരെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പോയിട്ടുണ്ടാവണം പാർലമെൻറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ശരിക്കും ആക്ച്വലി UGക്ക് പഠിക്കുമ്പോൾ ഒരു 3rd ഇയറിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് പോകണം. പൊളിറ്റിക്കൽ സയൻസ് BA ചെയ്യുമ്പോൾ 2nd ഇയറിൽ നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ആക്ച്വലി 3rd ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നേഷൻ്റെ പാർലമെൻറ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ 2nd ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പോവില്ലല്ലോ, അങ്ങനെ ലോക്കൽ ഗവൺമെൻറ്റ്സിൽ പോവില്ല. 2nd ഇയറിൽ ഞങ്ങൾ ലെജിസ്ലേച്ചറും കാണാൻ പോയിട്ടുണ്ട്. 3rd ഇയറിൽ ഞങ്ങൾ പാർലമെൻറ്റ് വിസിറ്റും ചെയ്തിട്ടുണ്ട്. സോ പാർലമെൻറ്റ് നമ്മൾ ലെജിസ്ലേച്ചറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഔട്ട് സൈഡാണ് കണ്ടിട്ട് വന്നത്. ബട്ട് നമുക്ക് പാർലമെൻറ്റിൽ കയറി പാർലമെൻറ്റിലെ സെഷൻ അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത് നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു തരികയും അവിടുത്തെ അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുടെ കൂടി നിന്ന് സംസാരിക്കാനും ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാവുക നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല അവിടുത്തെ അവിടെ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിലാണ്. നമ്മൾ അവിടെ നിന്ന് ഏത് ഭാഷയിൽ പാർലമെൻറ്റിൽ നിന്ന് സംസാരിച്ചാൽ പോലും അത് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ട്രാൻസ്ഫർ ചെയ്ത് പ്രോപ്പറായിട്ട് അവിടെ ഒരു കറക്റ്റായിട്ട് അവിടെ നിന്ന് ഒരു നമുക്ക് എന്താ പറയുക പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ടും അത്രയും കോഡ് ഓഫ്
കുറേ കോഡ്സും റൂൾസും ഒക്കെ ഉള്ളതാണ്. എല്ലാവർക്കും തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അവിടെ ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം അത്രയും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതാണല്ലോ. അതേപോലെ തന്നെ അവിടുത്തെ മെമ്പേഴ്സിനും എന്താണ്, എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണവും നിയമവും ഉണ്ട്. നമുക്കൊരിക്കലും തോന്നിയ പോലെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനും അവിടെ എന്തുണ്ട്, പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ട്. പ്രോഗ്രാം തുടങ്ങുന്നതിനായാലും നിർത്തുന്നതിനായാലും എല്ലാ കാര്യത്തിലും ഒരു ടൈം ടേബിളും ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് ഈ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അലൊക്കേറ്റഡ് ടൈം ഫോർ ദി ട്രാൻസാക്ഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് അതർ ബിസിനസ് ബ്രോട്ട് ബിഫോർ ദ ഹൗസ് ബൈ ദ ഗവൺമെൻറ്. അതായത് എന്താണ് ചെയ്യുന്ന, ടൈം അലോക്കേറ്റ് ചെയ്യാൻ ട്രാൻസാക്ഷൻ ലെജിസ്ലേറ്റീവ് ആയാലും മറ്റുള്ള ബിസിനസ്സുകളെയൊക്കെ തന്നെ ബ്രോട്ട് ബിഫോർ ദ ഹൗസ് ബൈ ദ ഗവൺമെൻറ് എന്നീ ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലെജിസ്ലേച്ചറിന് മുമ്പിൽ എത്താൻ വേണ്ടിയിട്ടും ലെജിസ്ലേച്ചറിൽ കൊണ്ടുവരുന്നതിനുള്ളതിൻ്റെയൊക്കെ ടൈം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഈ ടൈം മാനേജ്മെൻറ്റും പ്രോഗ്രാം റെഗുലേറ്റ് ചെയ്യലും ഒക്കെയാണ് ആക്ച്വലി എന്തുള്ളത്, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആയിട്ടുള്ളത്. ലോക്സഭാ കമ്മിറ്റി എന്നാണ് ഇതിന് പറയുക. 15 മെമ്പേഴ്സാണ് ഇതിലുള്ളത്. അതായത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ലോകസഭയിലുമുണ്ട്, രാജ്യസഭയിലും വേറെയാണ്. 2 സഭയിലും സെപ്പറേറ്റ് ആണ്. ലോക്സഭാ കമ്മിറ്റിയിൽ 15 ആളുകളുള്ളത്. സ്പീക്കറാണ് ചെയർമാൻ. രാജ്യസഭാ കമ്മിറ്റിയിൽ 11 പേരാണുള്ളത്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് അവിടുത്തെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാനാണ് എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ടുള്ളത്. ലോകസഭയിൽ 15 മെമ്പേഴ്സ് ഉള്ള കമ്മിറ്റി വേറെയും രാജ്യസഭയിലും വേറെ കമ്മിറ്റിയാണ്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി രണ്ടിലും സെപ്പറേറ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിക്യൂട്ടീവിൻ്റെ കൺട്രോളാണ്. അതായത് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് പാർലമെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എങ്ങനെയാണ് എക്സിക്യൂട്ടീവിനായാലും ജുഡീഷ്യറി ആയാലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. ഇനി നോക്കുന്നത് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, മേക്കിംഗ് അപ്പോയിൻമെൻറ്റ്സ് ടു ദ ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ്. അതായത് അപ്പോയിൻമെൻറ്റ് ടു ദ ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ്. അപ്പോയിൻമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓഫീസ് ചീഫ് ജസ്റ്റിസിൻ്റെ ആയിക്കോട്ടെ മറ്റുള്ള ജഡ്ജികളിലേക്ക് ആയിട്ട് ഓഫീസുകളിലേക്ക് എന്ത് ചെയ്യുക, അപ്പോയിൻമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ് അപ്പോയിൻമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ആണ്. ജുഡീഷ്യറിയുടെ അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നതും ആ ഓഫീസിൻ്റെ കാര്യങ്ങളും അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും ആർക്കുള്ളത്? എക്സിക്യൂട്ടീവിന് കയ്യിൽ കൺട്രോൾ ഉണ്ട്. കാരണം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡൻ്റാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാ? പ്രസിഡൻറ്റിനാണ് അതിനുള്ള പവർ ഉള്ളത്. സോ അപ്പോൾ എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിൽ ഒരു കൺട്രോൾ അങ്ങനെ വരുന്നുണ്ട്. ലെജിസ്ലേച്ചറിൽ പറയുമ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനിലാണ് ആക്ച്വലി നമ്മൾ ലെജിസ്ലേച്ചറിന് മുകളിൽ ഒരു പവർ നമ്മുടെ എക്സിക്യൂട്ടീവിന് വരുന്നത്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് അല്ലാതെ വേറൊരു അതോറിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യുക, ലോസ് ലോസ് നിർമ്മിക്കാനുള്ളൊരു പവർ, അതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചറിനല്ലാതെ അതർ ദാൻ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പവർ കിട്ടണം അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ പോളിസീസ് കൊണ്ടുവരാനുള്ള ഒരു പവർ, അതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ്. Authority to make rules for regulating their respective procedure and conduct of business subject to the provisions of this constitution. അതായത് എന്താ, അതൊരു അധികാരം കിട്ടുക എന്നുകൊണ്ട് റൂൾസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയറിൽ റെസ്പെക്റ്റീവ് പ്രൊസീജിയറിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റൂൾസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് ബിസിനസ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനോട് സബ്ജക്റ്റായിട്ട് തന്നെയുള്ള ഒരു റൂൾസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് കൊണ്ടുവരിക. ഇതിനൊക്കെയുള്ള റൈറ്റ് ആർക്ക് കിട്ടുകയാണ്? എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കിട്ടുക. അതാണ് ലെജിസ്ലേച്ചർ, അതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതുവഴിക്കും എക്സിക്യൂട്ടീവ് എന്തിനു സാധിക്കുന്നുണ്ട്? ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ളതാണ് ജുഡീഷ്യൽ കൺട്രോൾ. അത് ജുഡീഷ്യറിയുടെ എങ്ങനെയാണ്? ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, നമ്മുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കറിയാമല്ലേ. ജുഡീഷ്യൽ കൺട്രോൾ, ഈ ജുഡീഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ഓൺ എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിനെ എങ്ങനെയാണ് ജുഡീഷ്യറി കൺട്രോൾ ചെയ്യുക? ജുഡീഷ്യൽ റിവ്യൂ. സോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ദ പവർ ടു റിവ്യൂ എക്സിക്യൂട്ടീവ് ആക്ഷൻ ടു ഡിറ്റർമൈൻ ഇഫ് ഇറ്റ് വയലേറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ഒരു പവറാണ്. ആരെ കൺട്രോൾ ചെയ്യാനാ? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവറാണ്. ഇവിടെ എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക. ഒരു എക്സിക്യൂട്ടീവ് എടുത്തിട്ടുള്ള ഒരു ആക്ഷന് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവകാശങ്ങളെ
വയലേറ്റ് ചെയ്യുന്നതാണോ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു പവറാണ് എന്ത് ജുഡീഷ്യൽ റിവ്യൂ. ആരുടെ പവറാ? ജുഡീഷ്യറിയുടെ പവറാ. ഈ ഭാഗത്താണ് നമുക്ക് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താ അവിടെ ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ജുഡീഷ്യറിയുടെ ഒരു പവർ അല്ലാത്തത്? ചെക്ക് ചെയ്യാനും ബാലൻസ് ചെയ്യാനുള്ള പവർ അല്ലാത്തത് എന്നാണ് ചോദ്യം. അല്ല, ഓപ്ഷൻസിൽ ഒന്നുള്ളതാണ് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? ജുഡീഷ്യറിയുടെ ഒരു പവർ ആണ് അല്ലേ. പിന്നെ ഇനി നമ്മൾ കാണുന്നതിലുണ്ടാവും, ഇതിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഈ പറയുന്നതിലായിരിക്കും എന്തുണ്ടാവുക? ജുഡീഷ്യറിയുടെ പവർ അല്ലാത്ത, അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പവർ അല്ലാത്ത അത് ഏതാണെന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യറിയുടെ പവറാണ് അല്ലെ. എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ജുഡീഷ്യറി ഉപയോഗിക്കുന്നത്. പിന്നെ ലെജിസ്ലേച്ചറിനോ അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പ്രൊനൗൺസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസ് 1973. സോ നമ്മുടെ ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇങ്ങനൊരു ആക്ച്വലി മുൻപ് ഉണ്ടായിരുന്നത് 1973 മുൻപ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസ് അമെൻഡബിൾ ആയിരുന്നു. പക്ഷേ 1973 ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ? കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടായതോട് കൂടിയിട്ട് കേരളത്തിലുണ്ടായ ഒരു കേസാണത്. ഗവൺമെന്റ് ഓഫ് കേരള വേഴ്സസ് കേശവാനന്ദ ഭാരതി കേസ് 1973 പ്രകാരം സുപ്രീം കോടതി തീരുമാനിച്ചു, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും ആർക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല? ലെജിസ്ലേച്ചറിന് മാറ്റം വരുത്താൻ സാധിക്കില്ല. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ, അതായത് പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 30 നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടമെന്റൽ റൈറ്റിനെ എടുത്തു കളഞ്ഞ് അതിന് വെറും അതിപ്പോൾ നിലവിൽ എന്താണ്? ലീഗൽ റൈറ്റ് ആയിട്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. ഈ ഒരു കേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബേസിക് സ്ട്രക്ചർ, അതായത് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം ഉണ്ടാവുമല്ലോ ഒരു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പെട്ടെന്ന് അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ടർ. ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റങ്ങൾ വരുത്താൻ അൺഅമെൻഡബിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ മാറ്റം വരുത്താൻ അമെൻമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തീരുമാനം വന്നു 1973 കേശവാനന്ദ ഭാരതി കേസോട് ശേഷം സുപ്രീം കോടതിയുടെ ഒരു നിയമം വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരികയാണ്. അപ്പോൾ അമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും സുപ്രീം കോടതി കോർട്ടിൻ്റെ അല്ലെ ജുഡീഷ്യറിയുടെ ഒരു കൺട്രോളിങ് മെക്കാനിസം ആണ് അല്ലേ. അതായത് കൺട്രോളിങ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു പവറാണ്. അതായത് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് അതും തീരുമാനിക്കുന്നത് ആരാ? ജുഡീഷ്യറിയാണ് അല്ലെ. അപ്പോൾ അതും ജുഡീഷ്യറിയുടെ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറി ഉപയോഗിച്ച ഒരു പവർ അല്ലെങ്കിൽ മാർഗമാണ്. സോ അതും ജുഡീഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. ഇനിയുള്ളതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാകുന്നത്. എന്താ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്? ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാനാണോ അതോ ജുഡീഷ്യറിക്ക് കൺട്രോൾ ചെയ്യാനാണോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെയുള്ളത് ജുഡീഷ്യൽ ഓവർ റീച്ച്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ജുഡീഷ്യൽ കൺട്രോളിൻ്റെ പുറത്ത് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ 1947 US ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ്? 1947 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ ടൂൾ ഫോർ അപ്ഹോൾഡിംഗ് സിറ്റിസൺസ് റൈറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് വെൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ഫെയിൽസ് ടു ഡു സോ. അതായത് US ഇത് ഒറിജിനേറ്റ് ആയിട്ടുള്ളത്. ഇതൊരു ടൂളാണ്. എന്തിനാണ്? അപ്ഹോൾഡിംഗ് സിറ്റിസൺസ് റൈറ്റ്സ്, ജനങ്ങളുടെ റൈറ്റ്സിനെ അപ്ഹോൾഡ് ചെയ്യാനും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വെൻ ദ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒരു സ്ഥലത്ത് ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സിറ്റിസൺസിൻ്റെ റൈറ്റ്സിനെ അപ്ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഫെയിൽഡ് ആവുകയാണെന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആര് ചെയ്യും? അവിടെ ആർക്കും ഇടപെടാൻ സാധിക്കും? ജുഡീഷ്യറി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവിടെ ഇംപ്ലിമെൻറ്റേഷൻ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പവർ ആർക്ക് വരും? ജുഡീഷ്യറിക്ക് വരും. അതിനാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുക. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഫെയിൽഡ് ആവുന്ന സാഹചര്യങ്ങളിൽ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറി ഇടപെടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അതും ജുഡീഷ്യറിയുടെ ഒരു പവറാണ്. 1947 ഈ ഒരു judicial activism എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ജുഡീഷ്യൽ ആക്ടിവിസം ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ പവർ ആൻഡ് ഓർ ടൂൾ ഇൻ ദ ജുഡീഷ്യൽ കൺട്രോൾ. ജുഡീഷ്യയുടെ ആ ഒരു മെക്കാനിസംസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കറിയാലോ ഇനി ആകെ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് പുറത്തുള്ളൂ, ഏതാ? ജുഡീഷ്യൽ ഓവർ റീച്ച്. അപ്പോൾ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ എന്തായാലും ജുഡീഷ്യൽ റിവ്യൂ, അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യൽ ആക്ടിവിസം ഒക്കെ തന്നെ കോർട്ടിൻ്റെ കൺട്രോളിൽ വരുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മാൻഡേറ്റ് ആൻഡ് ക്രോസസ് ഓവർ ഇൻ ടു ദ ടെറിട്ടറി ഓഫ് ദ ലെജിസ്ലേച്ചർ ഓർ ദ എക്സിക്യൂട്ടീവ്. ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വലി ജുഡീഷ്യറിയുടെ ഒരു കൺട്രോളാണ്. അത് ജുഡീഷ്യറി എപ്പോഴെങ്കിലും ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ ജുഡീഷ്യൽ ഓവർ റീച്ച് വരുന്നത്. ജുഡീഷ്യറി എപ്പോഴെങ്കിലും
അതിൻ്റെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി കടന്ന് ലെജിസ്ലേച്ചറിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ ടെറിട്ടറിയിലേക്ക് ഓവർ ആയിട്ട് വരുമ്പോഴാണ് അവിടെ ജുഡീഷ്യലി ഓവർ റീച്ച് ആയി അല്ലെങ്കിൽ ജുഡീഷ്യറി അതിൻ്റെ പരിധി കടന്നു പോയി എന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. അതിനെയാണ് നമ്മൾ പറയുക ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയാം. ഇതൊരിക്കലും ജുഡീഷ്യറിയുടെ കൺട്രോളിംഗ് അല്ല, ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നമല്ല, ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാനുള്ള സംഭവമാണ് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നത്. ഇൻ കേസ് ഒരു കോർട്ട് എക്സിക്യൂട്ടീവിൻ്റെ ലെജിസ്ലേച്ചറിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ആക്ടിവിസത്തിൻ്റെ ഒരു ഇതിൽ പെടാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരു ടെറിട്ടറിയിലേക്ക് ഓവറായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഓർഗണിന് കംപ്ലൈൻറ്റ് എങ്ങനെ പോവാം, ജുഡീഷ്യറി ഇവിടെ ഓവർ റീച്ച് ആണ്, ഇവിടെ ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ് നടന്നിരിക്കുന്നത് എന്ന് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നത്. ജുഡീഷ്യറിയുടെ മേളിലുള്ളൊരു പ്രശ്നമാണ് ജുഡീഷ്യറി നേരത്തെ ജുഡീഷ്യൽ ആക്ടിവിസം അതിനുള്ള പറയുന്ന പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അല്ലാതെ ഓവറായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് മറ്റൊരുതിൻ്റെ ബൗണ്ടറിയിലോ ടെറിട്ടറിയിലോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ് നടക്കുക. സോ ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ. അതാണ് ഇതിൽ ഒരു എന്താ പറയുക ജുഡീഷ്യറിയുടെ പവർ അല്ലാത്തത്. അത് ജുഡീഷ്യൽ ഓവർ റീച്ച് ചെയ്യാൻ ആർക്ക് റൈറ്റില്ല, ജുഡീഷ്യറിക്ക് അതിനുള്ള അധികാരമില്ല. അമിതമായിട്ട് അതിൽ ഇടപെടാനുള്ള അധികാരം ആർക്കില്ല, ജുഡീഷ്യറിക്ക് ഇല്ല. പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രമാണ് അതിന് ക്രോസ് ആയിട്ട് മറ്റുള്ള ഓർഗൻസിൻ്റെ ടെറിട്ടറിയിൽ ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ. അതും അസർട്ടിൻ കണ്ടീഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് സാധിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി ബാക്കിയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് പറയുന്നൊരു ഭാഗം കൂടി ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് നടന്നിട്ടുള്ള കുറച്ച് കമ്മിറ്റി കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു ചെറിയൊരു ക്ലാസ്സും കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി ഈ പാർട്ട് നമ്മൾ എൻഡ് ചെയ്യും. സോ ഇത്രയാണ് നമുക്ക് ഇത് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you so much.